Good morning. Good morning. പിള്ളേരൊക്കെ എവിടെ പോയി എന്ന് വിചാരിച്ച്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്? മൂന്നെണ്ണം വരെയല്ലേ പറഞ്ഞത് അല്ലെ? പേഷ്യൻ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് നമുക്കിനി നോക്കുന്നത്. ഫോർത്ത് വൺ PRE2 വരെ പറഞ്ഞായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നാലാമത്തെ നമുക്ക് ഏതായിരുന്നു? പേഷ്യൻ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRE, പേഷ്യൻ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. PRE1 പറഞ്ഞു, PRE2 പറഞ്ഞു. നെക്സ്റ്റ് PRE3 ആണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, PRE3 ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് വേഗം ടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ ചെയ്തു. PRE1 പഠിക്കാൻ പറഞ്ഞിരുന്നു, ടിക്ക് ഇട്ടുണ്ട് നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, PRE3 ആണ്. യെസ്, ഒന്നാമത്തെ നമ്മൾ ടിക്കറ്റ് വെച്ചതാണ്. ഇനി PRE3 നോക്കിയേ, ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി, ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ, ആൻഡ് ഓർമ്മൊന്നും വേണ്ട. പേഷ്യന്റ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആർ എഡ്യൂക്കേറ്റഡ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ and are involved in the care, planning and delivery process. The patients and the family members are educated. എന്താണ് ഈ അടുത്തൊരു അവകാശം? എന്താ? പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനെ അവർക്ക് എന്താണ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അവർക്ക് അതിനുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ, അവർക്കൊരു ഈ നമ്മുടെ കെയർ പ്ലാനിങ്ങില്, കെയർ പ്ലാനിങ്, ആസൂത്രണത്തില്, ഡെലിവറി പ്രോസസ്സ്, അതിലൊക്കെ അവരെ ഉൾപ്പെടുത്തണം. പേഷ്യന്റിനെയും ഫാമിലി മെമ്പേഴ്സിന്റെയും അറിവോട് കൂടി നമുക്ക് തീരുമാനം എടുക്കാൻ, അതായത് അവനെ അറിയണം എന്നതില്. അപ്പൊ നമ്മള് ആ ഡോക്ടറിന്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യല്ല, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു പേഷ്യന്റിന്റെ അവകാശമാണ്. എന്താ? പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ അറിവോട് കൂടി ഒരു നമ്മള് ഡിസിഷൻ എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുകയും അതുപോലെ കെയർ പ്ലാനിങ്ങില്, ഡെലിവറി പ്രോസസ്സില് ഒക്കെ പേഷ്യൻസിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അവർക്കുടെ അറിവോട് കൂടി അപ്പൊ എന്താ പറയാ വേണം അവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് അവർക്കൊരു എന്താ പറയുക അറിവ് കൊടുക്കണം. പിന്നെ അവർക്കുടെ ആ ഒരു തീരുമാനത്തോട് കൂടി തന്നെ അവരുടെ ആ ഒരു ഡിസിഷൻ, ഇത് ചെയ്യാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇപ്പൊ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. അപ്പൊ അവർക്ക് ചിലപ്പോ എന്താ ഡോക്ടർ ഇത്രയും നാളെ നമുക്ക് മെഡിസിൻ ആയിരുന്നു കൊടുക്കുന്നത്, ഷുഗറിന്റെ ടാബ്ലറ്റാ കഴിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡോക്ടർ പറയാണ്, ഇനിയിപ്പോ നമുക്ക് ഇത്ര നാളായില്ലേ ടാബ്ലറ്റ് കഴിക്കുന്നു, നമുക്ക് വലിയ ഇതില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ടാബ്ലറ്റ് മാറ്റിയിട്ട് അവിടെ ഇൻസുലിൻ എടുക്കാന്ന് പറയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഡോക്ടർ ഒരു ഡിസിഷൻ പറയാണ്. അപ്പൊ അതിന്റെ ഇൻസുലിൻ എടുക്കുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതേ കുറിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഡോക്ടർ പറയാണ് ടാബ്ലറ്റ്സ് മാറ്റി നമുക്ക് ഇൻസുലിൻ എടുക്കാം എന്നുള്ളത് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ തീരുമാനം ആരാ എടുക്കേണ്ടത്? നമ്മളാണ് അല്ലെ? പേഷ്യന്റ് അറിയിക്കണം. അത് അവർക്കുടെ ഇതാണ്. പേഷ്യന്റ് പറയാണ്, സാറേ എന്നാ നമുക്ക് എന്തെടുക്കാം, അവരുടെ ഒപ്പീനിയൻ കൂടി അവിടെ കണക്കിലെടുക്കണം. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അവരുടെ തീരുമാനം. ഇങ്ങനെ ഡോക്ടറിന് ഒരു സജഷൻ പറയാം, ഇങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം പറയാം. അല്ലാതെ ഒരുപാട് നിർബന്ധിക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരുപാട് അവിടെ നിർബന്ധിക്കാൻ പാടില്ല. പേഷ്യന്റിനോട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി ശരി എന്നാ നമുക്ക് ഇൻസുലിൻ എടുക്കാം എന്ന് അവര് പറയണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ PRE4 ആണ്. Informed consent is obtained from the patient or family about their care. അവരുടെ പരിചരണത്തെ കുറിച്ച്, പേഷ്യന്റിന്റെ പരിചരണത്തെ കുറിച്ച് എന്താ പറയാ ആ പേഷ്യന്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നോ സമ്മതം മേടിക്കണം. അതിപ്പോ നമ്മൾ സർജറിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം അത് പേഷ്യന്റിന്റെ അവകാശമാണ്.
അവരുടെ സമ്മതമില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഒരു പെട്ടെന്ന് ഒരു സർജറി വേണം, ഡോക്ടർ അങ്ങ് നേരെ പേഷ്യന്റിനെ കൊണ്ടുപോയി സർജറി ചെയ്യല്ല. അതിന് മുന്നേ നമ്മുടെ കോൺസെൻട്രേറ്റർ സമ്മതപത്രം നമ്മളോട് എഴുതി മേടിക്കും അല്ലെ, നമ്മൾ സൈൻ ചെയ്യണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ആരെങ്കിലും അതിനകത്ത് മകനോ മകളോ ആരെങ്കിലും ഒക്കെ എഴുതി കൊടുക്കണം. എന്നാ മാത്രമേ ചെയ്യുള്ളൂ. അത് പേഷ്യന്റിനെ അറിയിക്കണം, ഇന്ന ഇത് സർജറി ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം അവരെയും അറിയിക്കണം, ഫാമിലിനെ അറിയിക്കണം. അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്. ഓക്കെ, അവരുടെ ഹെൽത്ത് കെയർ, അവരുടെ കൊടുക്കുന്ന പരിചരണത്തെ കുറിച്ച് പേഷ്യന്റിന്റെയോ ഫാമിലിയുടെയോ സമ്മതം ലഭിക്കണം. ഇനി അടുത്തൊക്കെ, പേഷ്യന്റ് ആൻഡ് ഫാമിലി ഹാവ് എ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അബൌട്ട് ദെയർ ഹെൽത്ത് കെയർ നീഡ്സ്. ഈ പേഷ്യന്റ് ഇതെല്ലാം അവരുടെ അവകാശങ്ങളാണോ? ഓക്കെ, പേഷ്യന്റ് ആൻഡ് ഫാമിലി ഹാവ് എ റൈറ്റ്. പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് അവകാശമുണ്ട് ഇതിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അബൌട്ട് ദെയർ ഹെൽത്ത് കെയർ നീഡ്സ്. അവരുടെ ആരോഗ്യ പരിചരണ ആവശ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കുന്നതിന് അവർക്ക് അവകാശമുണ്ട്. അല്ലാതെ അവർക്കൊരു ഇതും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ. കേട്ടോ, അപ്പൊ അതിന് എന്തുണ്ട്, പേഷ്യന്റിന്റെ ഫാമിലിക്കും അവർക്ക് അവകാശമുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. കേട്ടോ, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കണം. അവരുടെ ഹെൽത്ത് കെയർ ആവശ്യങ്ങളെ കുറിച്ച്, അവരുടെ ആ എന്താ പറയാ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ, അവരുടെ നീഡ്സ്, അതിനുമായിട്ട് ബന്ധപ്പെട്ട് അറിവുകള് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ, വിവരങ്ങളോ ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുണ്ട്. അടുത്ത നോക്കിയേ, PRE 6 ആണ്, അത് പഠിക്കണം. കേട്ടോ, പേഷ്യന്റ് ആൻഡ് ഫാമിലി ഹാവ് ഇൻഫർമേഷൻ ഓൺ എക്സ്പെക്റ്റഡ് കോസ്റ്റ്. പ്രതീക്ഷിക്കുന്ന ചെലവിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കണം അവർക്ക്. പേഷ്യന്റ് ആൻഡ് ഫാമിലി ഹാവ് ഇൻഫർമേഷൻ, അവരെ അറിയിക്കണം ഏത് ഓൺ എക്സ്പെക്റ്റഡ് കോസ്റ്റ്, പ്രതീക്ഷിക്കുന്ന ചിലവ്. ഇപ്പൊ നമ്മള് ചെല്ലുമ്പോ ഡോക്ടർ പറയാണ് സർജറി, അപ്പൊ നമുക്ക് ആ സർജറിക്ക് ഒരു 50,000 രൂപയാകും. സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞാൽ മതിയോ, പിന്നെ നമുക്ക് ഇങ്ങനെ സർജറി ചെയ്യാം, ഇത്ര രൂപയാകും എന്നുള്ളത് സർജറിക്ക് മുന്നേ തന്നെ പേഷ്യന്റിനെയും ഫാമിലിനെയും അറിയിക്കണം. അല്ലെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് എന്തേക്ക് കാശില്ലാന്ന് പറഞ്ഞാലോ, നമുക്കത് കാശില്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ സർജറി ചെയ്യണേക്കാൾ മുന്നേ പൈസയൊക്കെ കൊണ്ടുവന്ന് കെട്ടണ്ടേ? ചെയ്ത് കഴിഞ്ഞിട്ടാണോ? അല്ല, എമർജൻസി ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യും, പിന്നെ അതിനുശേഷം നമ്മൾ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി നമ്മളവിടെ ക്യാഷ് അടയ്ക്കണം. അപ്പൊ അത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടല്ല, അതിന് മുന്നേ അവിടെ അല്ലെങ്കിൽ ഇത്ര രൂപയാകും, ഈ ട്രീറ്റ്മെന്റിന് ഇത്ര രൂപയാകും എന്നുള്ളത് നേരത്തെ അവരെ അറിയിക്കണം. പ്രതീക്ഷിക്കുന്ന കോസ്റ്റ്, എത്ര രൂപ ചെലവ് വരും എന്നുള്ളത് പേഷ്യന്റിന്റെയും ഫാമിലിയെയും അറിയിക്കണം. PRE 6 പഠിക്കണം കേട്ടോ. അടുത്ത നോക്കിയ PRE 7. The organization has a mechanism to capture patients' feedback to redress complaints. പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള, അവരുടെ ഫീഡ്ബാക്ക് എന്താണ് അത് ശേഖരിക്കാനുള്ള, അതുപോലെ തന്നെ അവരുടെ പരാതികള് റിട്രസൽ കംപ്ലൈന്റ്സ്, പരാതികള് പരിഹരിക്കാനും, റിട്രസ് കംപ്ലൈന്റ്സ് പരാതികള് പരിഹരിക്കാനും, പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് ശേഖരിക്കാനും, അവരുടെ പരാതികള് പരിഹരിക്കാനും ഓർഗനൈസേഷൻ ഒരു സമ്പ്രദായം, ഒരു സിസ്റ്റം, ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. ഒരു സംവിധാനം ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. The organization has a mechanism to capture patients' feedback. പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ക്യാപ്ചർ ചെയ്യാൻ, to redress complaints, പരാതികളുടെ പരിഹാരം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഹോസ്പിറ്റലിന്റെ ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. ലാസ്റ്റത്തെയാണ് PRE 8 ടിക്കിടണം, പഠിക്കണം. The organization has a system for effective communication with the patients and family. പേഷ്യൻസും ഫാമിലിയുമായിട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു വ്യവസ്ഥ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. The organization has a system for effective communication with the patients and family. പേഷ്യൻസുമായും ഫാമിലിയുമായും ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനുള്ള സംവിധാനം ഓർഗനൈസേഷൻ ഉണ്ട്.
The organization has a system for effective communication with the patient and the families. Okay, organization എന്തുണ്ട്? ഒരു സിസ്റ്റം വേണം. ഒരു പേഷ്യന്റും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയത്തിനുള്ള ഒരു സിസ്റ്റം ഓർഗനൈസേഷനും ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ നമുക്ക് 3 എണ്ണം പഠിച്ചാൽ മതി. നിങ്ങൾ PRE1, PRE6, PRE8 3 എണ്ണം പഠിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ തന്നെ പഠിച്ചല്ലോ അല്ലെ? 3 എണ്ണം മാത്രം നിങ്ങൾ നോക്കുക. ക്ലിയർ അല്ലേ? 3 എണ്ണോ നോക്കി വായിച്ചു നോക്കിയാൽ 3 എണ്ണം മാത്രം ക്ലിയർ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്തതാണ് HIC ആണ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ HIC1. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് നമുക്ക് 8 എണ്ണം പഠിക്കാനുണ്ടോ. HIC1 എന്താ പറഞ്ഞേക്കുന്നത്? ഇത് കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ? അന്നില്ലേ? ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയായിരുന്നു എല്ലാവരും? കിട്ടി? വിസ്മയ കിട്ടി? ചെയ്ത് നോക്കിയില്ലേ? അപ്പൊ ഏത് രീതിയിലെ ക്വസ്റ്റ്യൻസ് വന്നത് നമ്മൾക്ക് ആ ടിക്കറ്റ് വെച്ചേക്കണത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അത് ഏതിൽ വന്നതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ അത് തന്നിട്ട് ഏതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ പറഞ്ഞേക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ടിക്കറ്റ് വെച്ചത് കറക്റ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ. ഇന്നത്തെ കൊടുക്കുന്നത് ഏത് രീതിയിലാണ് ആ ഒരു ഇപ്പൊ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ഒരു ഫോർമാറ്റ് കിട്ടും, ഈ രീതിയിലൊക്കെ ചോദിക്കാം എന്നുള്ളത്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഈ HIC1 എന്താ പറഞ്ഞേക്കുന്നത്? The organization has a comprehensive എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രമായ ആൻഡ് കോർഡിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏകോപിതമായ, സമഗ്രമായ ഏകോപിതമായിട്ടുള്ള എന്തുണ്ട്? ഹോസ്പിറ്റൽ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ HIC പ്രോഗ്രാം ഉണ്ട്. ഹോസ്പിറ്റലില് ഒരു സമഗ്രമായ ഏകോപിതമായിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ HIC പ്രോഗ്രാം ഉണ്ട്. എയിംഡ് എന്തുദ്ദേശത്താ? reducing or eliminating risk to patient, visitors, providers of care and community. Providers, visitors, patient, community ഇവർക്കിടെയൊക്കെ അപകട സാധ്യതയെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ. ഏതുമൂലം? ഹോസ്പിറ്റൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകട സാധ്യത, റിസ്ക്, അതിന് കുറയ്ക്കുന്നതിനോ എലിമിനേറ്റ് ചെയ്യുന്നതിനോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള HIC പ്രോഗ്രാം. അത് ഹോസ്പിറ്റലിലെ ഓർഗനൈസേഷൻ അതിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കണം. സമഗ്രമായ കോർഡിനേറ്റഡ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാം ഉണ്ടായിരിക്കണം. HIC1. ഇനി രണ്ടാമത്തെ നോക്കിയേ, HIC2 ആണ്. The organization provide adequate and appropriate resources for infection prevention and control. മതിയായിട്ടുള്ള റിസോഴ്സുകൾ എന്തിനു വേണ്ടി? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ, തടയാൻ, അതിനെ നിയന്ത്രിക്കാൻ അനുയോജ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ആര് പ്രൊവൈഡ് ചെയ്യണം? ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് HIC2 പറയുന്നത്. എല്ലാം ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന്, കൺട്രോൾ ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ള റിസോഴ്സുകൾ ആര് പ്രൊവൈഡ് ചെയ്യണം? ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. HIC2 ആണ് കേട്ടോ. ഓക്കെ, അത് ടിക്കറ്റ് കേട്ടോ. രണ്ടാമത്തെ ടിക്കറ്റ്. ഇനി അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ നോക്കിയേ. The organization implements the infection prevention and control program in clinical area. Organization implement ചെയ്യാൻ വെച്ചാൽ നടപ്പിലാക്കുക the infection prevention and control program ഇവിടെ in clinical areas. ക്ലിനിക്കൽ ഏരിയാസ് ഏതൊക്കെ? ചികിത്സാ സംബന്ധമായിട്ടുള്ള മെഡിസിൻ, സർജറി, നഴ്സിംഗ് തുടങ്ങിയ ക്ലിനിക്കൽ ഏരിയകളിൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. HIC4 ആണ്. The organization implements the infection prevention and control program in എവിടെ?
സപ്പോർട്ടീവ് സർവീസസ്, സപ്പോർട്ട് സർവീസിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഡയറ്ററി, ലബോറട്ടറി, ഡോക്ടറി അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് സർവീസുകൾ അവിടെയും എന്ത് വേണം? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കുക. അടുത്തതാണ് HIC 5 ആണ്. ഇത് ടിക്ക് ഉണ്ട് കേട്ടോ. The organization take action to prevent a health associated infection in patients. എന്താണ് പറഞ്ഞിരിക്കണേ? പേഷ്യൻസിന് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനെ തടയാനുള്ള കാര്യങ്ങള്, നടപടികള് ഓർഗനൈസേഷൻ കൈക്കൊള്ളണം. ഓർഗനൈസേഷൻ ടേക്ക് ആക്ഷൻ, ആക്ഷൻ എടുക്കണം എന്ന്. എന്തിന്? ടു പ്രിവെന്റ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ഇൻ പേഷ്യൻസ്. അപ്പൊ അങ്ങനെ പേഷ്യൻസിനെ ഹെൽത്ത് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇൻഫെക്ഷൻ അതിനെ പ്രിവെന്റ് ചെയ്യുന്നത്, തടയുന്നതിനുള്ള കാര്യങ്ങള് ഓർഗനൈസേഷൻ എടുക്കണം. HIC 5 ആണ്. പ്രിവെന്റ് ചെയ്യാൻ കേട്ടോ. ടേക്ക് ആക്ഷൻ, ഓർഗനൈസേഷൻ ആക്ഷൻ എടുക്കണം എന്നാണ്. ഇതിന് ടു പ്രിവെന്റ്, തടയാൻ. പേഷ്യൻസിന് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ ഓർഗനൈസേഷൻ എടുക്കണം. HIC 5 ഉണ്ട്. അടുത്തതാണ് HIC 6. The organization performs surveillance to capture and monitor infection prevention and control data. സർവൈലൻസ് എന്ന് വെച്ചാൽ മേൽനോട്ടം എന്നുള്ളൊരു മീനിങ് ആട്ടോ. ക്യാപ്ചർ ചെയ്യുക, രേഖപ്പെടുത്തുക. ഇൻഫെക്ഷൻ തടയുന്നതിനും ഡേറ്റാസ് നിയന്ത്രിക്കുന്നതിനും രേഖപ്പെടുത്തിയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? അത് നിരീക്ഷണങ്ങൾ നടത്തുന്നു. പെർഫോം സർവൈലൻസ് അതിനൊരു മേൽനോട്ടം നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടി? ടു ക്യാപ്ചർ ആൻഡ് മോണിറ്റർ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഡേറ്റ. ഡേറ്റ കൺട്രോൾ ചെയ്യുന്നത്, ഇൻഫെക്ഷനെ തടയുന്നത് മോണിറ്റർ ചെയ്യാനും അത് ക്യാപ്ചർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷൻ നടത്തണം. അടുത്തത് HIC 7 ആണ്. പഠിക്കണം, ടിക്കട്ടോ. Infection prevention measures include sterilization of disinfection instruments, equipments and devices. Infection prevention measures നടപ്പിലാക്കണം. ഏതൊക്കെ? സ്റ്റെറിലൈസേഷൻ, ഹോസ്പിറ്റലില് എക്യുപ്മെന്റ്സുകളൊക്കെ പ്രോപ്പറായിട്ട് ജനററി ആക്കുന്ന സ്റ്റെറിലൈസേഷൻ. CSSD ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റെറിലൈസേഷൻ നമ്മൾ പഠിച്ചതാ. സ്റ്റെറിലൈസേഷൻ ഓർ ഡിസിൻഫെക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റെറിലൈസേഷൻ, അതേ ഡിസിൻഫെക്ഷൻ ഉൾപ്പെടുന്ന എക്യുപ്മെന്റ്സിന്റെ, ഡിവൈസിന്റെ, അതിനെയൊക്കെ ഇൻഫെക്ഷനെ തടയാനുള്ള മാർഗങ്ങള്, പ്രിവെൻഷൻ മെഷേഴ്സ് എന്താണ് ഹോസ്പിറ്റലില് കൈക്കൊള്ളണം. ഇനി അടുത്തതാണ് HIC 8 ആണ്. The organization take action to prevent or reduce healthcare associated infection in its staff. സ്റ്റാഫിന് ആദ്യം നമ്മൾ പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ അത് തന്നെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുന്നു. ആരുടെ ഇടയിൽ? ഇന്ത്യൻ സ്റ്റാഫ്. അവരുടെ സ്റ്റാഫിന്റെ ഓർഗനൈസേഷൻ ടേക്ക് ആക്ഷൻ എടുക്കണം. ടു പ്രിവെന്റ്, തടയുന്നതിനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിനോ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എവിടെ? ഇന്ത്യൻ സ്റ്റാഫ്. അവരുടെ സ്റ്റാഫിന്റെ ഇടയില്, ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ ഇടയില് ഈ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അതിനെ കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ തടയുന്നതിനോ ഉള്ള നടപടി ഓർഗനൈസേഷൻ എടുക്കണം. അപ്പൊ അതിൽ പഠിക്കേണ്ടത് പറയാം. HIC 2, HIC 5, HIC 7, HIC 8 കൂടി പഠിച്ചോ കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമാണ്. അത് നോക്കിയേ. HIC 5 പേഷ്യന്റിന്റെ കാര്യം, HIC 8 സ്റ്റാഫിന്റെ കാര്യം പറയുന്നത്. ബാക്കിയൊക്കെ ശരിയാണ്. പേഷ്യന്റില് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ തടയുന്നതിനുള്ള ആക്ഷൻ ഓർഗനൈസേഷൻ എടുക്കണം എന്ന് പറഞ്ഞു. HIC 8 സ്റ്റാഫില്, അവരുടെ സ്റ്റാഫിന്റെ ഇടയിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, തടയുന്നതിനോ ഉള്ള ആക്ഷൻ ഓർഗനൈസേഷൻ എടുക്കണം. ഇതിപ്പോ തന്നെ പറഞ്ഞു. 5 പേഷ്യന്റിന്റെ കാര്യവും 8 സ്റ്റാഫിന്റെ കാര്യമാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? നോക്കിയേ, ആ 4 മാത്രം നോക്കിയേ.
ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് ആൻഡ് ഇവിടെ പേഷ്യന്റ് ആൻഡ് സേഫ്റ്റി എന്ന് കൂടി ചേർത്ത് കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ എന്ന് അറിയില്ല, ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ അങ്ങനെ കിടക്കുന്ന പേഷ്യന്റ് എന്നുള്ളൂ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. സേഫ്റ്റി ഇല്ല, ടെക്സ്റ്റിലും ഇല്ല എന്ന് വിസ്മയം ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അവിടെ എഴുതി ചേർത്തോ. അവിടെ പേഷ്യന്റ് സേഫ്റ്റി എന്നാലല്ലേ PSQ നമ്മൾ പഠിച്ചില്ലേ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് PSQ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് നോക്കിയേ. ഇവിടെ നമുക്ക് PSQ എത്ര 7 എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ. അതിന് വെറും 2 എണ്ണം മാത്രം പഠിച്ചാൽ മതി, എളുപ്പമുണ്ട്. ഓക്കെ, ഒന്നാമത് നോക്കിയേ, the organization implement a structured patient safety program. Organization നടപ്പിലാക്കണം ഒരു സ്ട്രക്ചേർഡ് പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം. എന്തെങ്കിലും കാണിച്ചാൽ പോരാ, എന്താ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ ഒരു ഘടനാപരമായിട്ടുള്ള പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. The organization implements a structured patient safety program. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഘടനാപരമായിട്ടുള്ള പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓർഗനൈസേഷൻ നടപ്പിലാക്കണം. ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ ടിക്കറ്റ്. ഇനി രണ്ടാമത്തെ നോക്കിയ PSQ2 എന്താ? The organization പ്രശാന്ത് ക്ലിയർ ഒന്നും അത്രയും മെസ്സേജ് ഇതിലൊന്നും കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ടഫ് ഇട്ടാലും മതി. എനിക്കറിയാലോ നിങ്ങൾക്ക് ക്ലിയർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഓരോന്ന് വായിച്ച് നമ്മൾ എന്താ പറയാ, അതിനകത്ത് എന്താ പറയുന്നേ ടീച്ചേടെ എന്നുള്ളത് മതി. ഒരുപാട് വേണ്ട, ബോറടിക്കണ്ടോ പിള്ളേരെ? ഇല്ല, നോ നമുക്ക് ഇതേണ്ടല്ലോ, നോ എന്നുള്ളത് ബാക്കി നമ്മളില്ലാത്തുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, ബോറടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റൂല്ലോ. 10 എണ്ണം നമുക്ക് പഠിക്കാറുണ്ട്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വരെ ഇതിനെ പഠിക്കാറുണ്ട്. പിന്നെ അതൊരു സമാധാനം, കുറച്ച് മാത്രം പഠിച്ചാൽ മതി അല്ലേ? ഓക്കെ, നമുക്ക് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ചു നോക്കണം. എല്ലാം കൂടി കൺഫ്യൂഷൻ ആകുമ്പോ അതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ എടുക്കണം. അത് അന്നത്തെ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർക്കാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒന്ന് എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ മറന്നു പോയി. ഇപ്പൊ ഞാനിത് HIC2 നമുക്ക് എന്താ പറയാ, എന്തായാലും HIC എന്ന് പറയുമ്പോ അറിയാം, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളർ, അതല്ലേ HIC വന്നത്. അപ്പൊ അതിന് എന്താണ് മതിയായിട്ടുള്ള റിസോഴ്സ് അനുവദിക്കണം. അത്രയും നോക്കിയാൽ നിങ്ങൾക്കപ്പോ HIC2 എന്നുള്ളത് അവിടെ അഡിക്വേറ്റ് റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, പ്രൊവൈഡ് ചെയ്യണം, അത്രയും മതി. അങ്ങനെ നമ്മൾ അങ്ങനെ വെച്ചാലേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. അതായത് ഫുള്ള് സെന്റൻസ് ബൈഹാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്തിരി പാടാണ്. അപ്പൊ അതാണ് ഞാൻ ഒരു എളുപ്പവഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അങ്ങനെ വെക്കാം, അഡിക്വേറ്റ് റിസോഴ്സ്. HIC5 ആരുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യന്റ്, ബാക്കി നമുക്കറിയാലോ. HIC എന്താ ഉദ്ദേശിക്കുന്നത്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ പേഷ്യൻസിന്റെ ഇടയിൽ കുറയ്ക്കാനുള്ള ആക്ഷൻസ് എടുക്കണം എന്നാ പറഞ്ഞത്. HIC8 അവിടെ പേഷ്യന്റ് എന്നുള്ളടത്ത് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ 7 എന്താ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മതി, എക്യുപ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞാൽ മതി, അത്രയും മതി. മനസ്സിലാവല്ലേ നിങ്ങൾക്ക്? അത് ഞാൻ പറഞ്ഞോ, ഇനി അത് ഞാൻ പറഞ്ഞോ പറഞ്ഞോ. ഓക്കെ, അപ്പൊ HIC2 പറയണം, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ട് അല്ലേ? ഓക്കെ പറഞ്ഞുതരാം. അതായത് HIC2 അവിടെ ആഡിക്വേറ്റ് റിസോഴ്സ് എഴുതി, അത് മാത്രം അല്ലെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റില് ഈ പോയിന്റ് നമ്മൾ ടിക്കറ്റ് വെക്കൂലേ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. HIC2 എന്നുള്ളത് അവിടെ ആഡിക്വേറ്റ് റിസോഴ്സ് എന്നുള്ളത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കും. ഞങ്ങളും അങ്ങനെ ആ ഒരു ടിപ്സ് വെച്ചിട്ട് ഞങ്ങളും എന്താ പറയാ ഇപ്പൊ ഓർത്ത് വെക്കണത്. ചിലപ്പോ നമുക്കും കൺഫ്യൂഷൻ ആവും, ഏതിലാ വന്നത്, ഇപ്പൊ എത്ര ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ചിലപ്പോഴേ അത് ക്ലിയർ, ചിലപ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അപ്പൊ ആ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്താ വയ്ക്കണേ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്തോ,
കൺഫ്യൂഷൻ ഉണ്ടാവില്ല. HICയുടെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ HIC2ന്റെ നേരെ ആഡിക്വേറ്റ് റിസോഴ്സസ് എഴുതി വെക്കാം. HIC5ന്റെ നേരെ അവിടെ പേഷ്യൻസ് എന്ന് എഴുതി വെച്ചാൽ മതി. പേഷ്യൻസ്. HIC7ന്റെ നേരെ നമുക്ക് എഴുതാം measures include sterilization of instruments നോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി അവിടെ. sterilization of instruments നോ equipments devices sterilization ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. sterilization എഴുതിയാലും മതി. വേറെ ഒന്നിലും വന്നില്ലല്ലോ. അത് സ്റ്റെറിലൈസേഷൻ എന്നുള്ളത് വേറെ ഒറ്റ പോയിന്റിൽ വന്നില്ല. പിന്നെ അടുത്ത HIC8 അവിടെ പേഷ്യന്റ് മാറ്റി അവിടെ സ്റ്റാഫ് ആക്കാം. ഇപ്പൊ പഠിച്ചോ? ഇപ്പൊ ഏതാണെന്നോ പഠിച്ചോ നിങ്ങള്? യെസ്. ഇനി ഞാൻ അതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതപ്പോ കഴിയുമ്പോ ഞാനത് സൂത്രപ്പണിയിൽ പറഞ്ഞു തന്നേക്കാം. ഓക്കെ. ഇനി അടുത്ത നമ്മള് ഏതാണ് പറഞ്ഞത്? PSQ അല്ലേ? ഒന്നാമത്തെ നമ്മൾ ടിക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ. എന്ത് വേണം? ഒന്നാമത്തെ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ആൻഡ് സ്ട്രക്ചേർഡ് പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം. ഒരു ഘടനാപരമായിട്ടുള്ള പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം എന്ന് മാത്രമാണ് ഞാൻ ചെയ്തു തരുന്നത്. എളുപ്പമായിട്ടാ പറഞ്ഞേനെ. PSQ 2 എണ്ണം പഠിച്ചാൽ മതി നിങ്ങള്. പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം. ഇനി അടുത്ത് നോക്കിയേ PSQ2 നോക്കിയേ. The organization implement a structured quality improvement and continuous monitoring program. എന്ത് ഓർഗനൈസേഷൻ നടപ്പിലാക്കണം? ഒരു ഘടനാപരമായിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് പ്രോഗ്രാം. തുടർച്ചയായിട്ടുള്ള നിരീക്ഷണങ്ങൾ, അതായത് പേഷ്യന്റിനെ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം അല്ലെ? അപ്പൊ അവർക്ക് നിരീക്ഷിക്കണം. അങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. PSQ3 നോക്കിയേ. The organization identify key indicators to monitor the structure, process, and the outcome, which are used as a tool for continuous improvement. തുടർച്ചയായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കുന്ന ടൂൾസ്, അങ്ങനെയുള്ള കീ ഇൻഡിക്കേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്യണം. ഈ ഘടനാ പ്രക്രിയകളും ഫലങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്, കീ ഇൻഡിക്കേറ്റേഴ്സ് ഓർഗനൈസേഷൻ തിരിച്ചറിയണം, ഐഡന്റിഫൈ ചെയ്യണം. ഈ PSQ4 the organization uses appropriate quality improvement tool. ഓർഗനൈസേഷൻ എന്ത് ഉപയോഗിക്കണം? അനുയോജ്യമായിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസുകൾ ഉപയോഗിക്കണം. എവിടെ? ഫോർ ഇറ്റ്സ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആക്ടിവിറ്റീസ്. ഇതിനു വേണ്ടി അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടൂൾസ് ഓർഗനൈസേഷൻ ഉപയോഗിക്കണം. PSQ5 there is an established system for clinical audit. Clinical audit ഒരു സ്ഥാപിതമായിട്ടുള്ള ഒരു സമ്പ്രദായം എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക എന്നുള്ളത്. ഒരു സ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ. ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം, ഒരു സ്ഥാപിതമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് PSQ5. അത് PSQ5 ടിക്കറ്റ് വെച്ചിട്ട്. അടുത്ത PSQ6 നോക്കിയേ. പേഷ്യന്റ് സേഫ്റ്റി. Patient safety and the quality improvement program are supported by the management. ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് അത് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ട് ചെയ്യണം, പിന്തുണയ്ക്കണം. പ്രോഗ്രാംസും മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യണം. പേഷ്യന്റ് സേഫ്റ്റി and the quality improvement program are supported by the management. Management അതിനെ സപ്പോർട്ട് ചെയ്യണം. പേഷ്യന്റ് സേഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഹോസ്പിറ്റലിലെ സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ്, ഇതിനെയൊക്കെ മാനേജ്മെന്റ് അവിടെ സപ്പോർട്ട് ചെയ്യണം. Then PSQ7 incidents are collected and analyzed to ensure continual quality improvement. തുടർച്ചയായിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, അത് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഇൻസിഡൻസ്, സംഭവങ്ങൾ ശേഖരിക്കുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുക, വിശകലനം ചെയ്യുകയും ചെയ്യുക. ഇൻസിഡൻസ് ആർ കളക്റ്റഡ്, സംഭവങ്ങൾ കളക്ട് ചെയ്യണം.
അതിനെ വിശകലനം ചെയ്യണം. എന്തിനു വേണ്ടി? ടു എൻഷുർ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. തുടർച്ചയായിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസിഡൻസ് വളരെ ശേഖരിക്കുകയും അതിന് അനലൈസ് ചെയ്യുകയും ചെയ്യണം. രണ്ടെണ്ണം മാത്രം പഠിച്ചാൽ അത് PSQന്റെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും. ഒന്നാമത്തേത് എന്താണ്? നമ്മൾ ഷോർട്ട് ചെയ്ത പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ആണ് നമ്മുടെ PSQ. പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം PSQ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. എന്തായാലും നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ഓരോന്നിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെച്ചാലാണ് അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ ഒന്നാമത്തെ. അഞ്ചാമത്തെ ക്ലിനിക്കൽ ഓഡിറ്റിനോടൊപ്പം ഒരു സ്ഥാപിതമായിട്ടുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നല്ലൊരു ക്ലിനിക്കൽ ഓഡിറ്റർ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഓഡിറ്റ് നടത്തുന്നത്. ഓഡിറ്റ് കണക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് തോന്നിയ അവസ്ഥ അവർ നടത്തൂലേ. അപ്പൊ പതിവായിട്ട് ഇങ്ങനെ ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ നടത്തുന്നത് എന്തിനാ? ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും കൂടിയാണ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഓർത്ത് വയ്ക്കാം. പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം PSQ1, PSQ5 ക്ലിനിക്കൽ ഓഡിറ്റിന്റെ കാര്യമൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, രണ്ടെണ്ണം പഠിച്ചല്ലോ. ബാക്കിയൊന്നും നിങ്ങൾ കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഈ തമ്മേക്കളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ്. റോം ആണ് അടുത്തത്. റോം അവിടെ നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചാൽ അതിന്റെ രണ്ടെണ്ണം പഠിച്ചാൽ. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് റോമാണ്. റോമിന്റെ നോക്കിയ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും വരുന്നത്. ഒന്നാമത് എന്താ? The organization identifies these responsibilities for governance and their rules are defined. ആ റൂൾസ് അതിന്റെ ഭരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഓർഗനൈസേഷൻ ഉത്തരവാദിത്തമായിട്ടുള്ള കാര്യങ്ങൾ അതിന് അല്ലെങ്കിൽ അതിന് ബാധകമായിട്ടുള്ള ആ ഹോസ്പിറ്റലിന്റെ റൂൾസ് അതിനെ ഗവേൺ ചെയ്യുന്ന അതിന് ബാധകമായിട്ടുള്ള കാര്യങ്ങള് തിരിച്ചറിയുകയും അവരുടെ ആ ഓർഗനൈസേഷന്റെ റൂൾസ് അവര് കറക്റ്റ് ആയിട്ട് നിലനിർത്തുകയും വേണം. ഓർഗനൈസേഷൻ ഐഡന്റിഫൈസ് ദോസ് റെസ്പോൺസിബിൾ ഫോർ ഗവേണൻസ്. അതായത് അതിനെ ഗവേൺ ചെയ്യാനായിട്ട് ഉത്തരവാദികളായിട്ടുള്ളവരെ ഐഡന്റിഫൈ ചെയ്യുകയും അവർക്കുടെ റോൾസ് ഡിഫൈൻ ചെയ്യുകയും വേണം. അതായത് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റി പഠിച്ചു. ഇപ്പൊ ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു അല്ലെ, ഡയാലിസിസ് കോർഡിനേറ്റർ റെസ്പോൺസിബിലിറ്റി പഠിച്ചു. അപ്പൊ അങ്ങനെ ഓരോ ചാപ്റ്ററിലും നമ്മൾ റെസ്പോൺസിബിലിറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഉത്തരവാദിത്തങ്ങളായിട്ട് അപ്പൊ അതിനകത്ത് ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട് അല്ലെ. അത് അങ്ങനെ ആ ഉത്തരവാദികളായിട്ടുള്ളവരെ അവര് ഓർഗനൈസേഷൻ അവരെ ഐഡന്റിഫൈ ചെയ്യുകയും ഓരോരുത്തർക്കും അവരുടേതായുള്ള റൂൾസ് നിർണ്ണയിക്കുകയും വേണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. റോം 1 പറയുന്നത്. റോം 2 നോക്കിയേ. The organization is ethically managed by the leaders. ഓർഗനൈസേഷൻ ധാർമ്മികമായിട്ട് നിയന്ത്രിക്കുന്നത് നേതാക്കളെയാണ്. ലീഡേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് മാനേജ് ധാർമ്മികമായിട്ട്. Organization is ethically managed by the leaders. Rome 2 underline ചെയ്തോട്ടോ. ടിക്കട്ടോ. Ethically managed by leaders. അപ്പൊ അവിടെ നമുക്ക് ഷോർട്ട് ചെയ്ത managed by leaders എന്ന് എഴുതാം. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം പറയണത് എന്താ പറഞ്ഞത്? മാനേജ്മെന്റ് ഓരോരുത്തർക്കും ലീഡർമാരുണ്ട് അല്ലെ, ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവരുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും സെക്ഷനും ഒക്കെ. അവരെ ധാർമ്മികമായി കൈകാര്യം ചെയ്യണം. അതാക്കടെയാ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. മാനേജ്ഡ് ബൈ ലീഡേഴ്സ് മാത്രം അണ്ടർലൈൻ ചെയ്ത് വെക്കാണ് റോം 2. റോം 3 നോക്കിയേ. ഓർഗനൈസേഷൻ ഈസ് ഹെഡഡ് ബൈ എ ലീഡർ who shall be responsible for operating the organization on a day-to-day basis. അവർക്കടെ day-to-day basis ദൈനംദിനമായിട്ടുള്ള
ദൈനംദിന അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ലീഡറിന്റെ അത് അവർക്ക് ആ ലീഡറിന്റെ നേതൃത്വത്തിലാണ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് ആര് ഈ മാനേജ്മെന്റ് വരുന്നു. ഓർഗനൈസേഷൻ ഇസ് ഹെഡഡ്, ഓർഗനൈസേഷൻ നിയന്ത്രിക്കുന്നത് ആരാ? ലീഡറാണ്. ലീഡർ ആയിരിക്കണം. who shall be responsible for organization, operating the organization on a day-to-day basis. ഓരോ ദിവസം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് ഓരോ മെഡിക്കൽ ഗ്യാസ് പഠിച്ചപ്പോൾ അവിടെ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ കാര്യമൊക്കെ നമ്മളത് പഠിച്ചതാ, ഗ്യാസ് സിസ്റ്റത്തിലൊക്കെ പഠിച്ചതാ. അപ്പൊ അവരുടെ എന്താ ഡേ ടു ഡേ മാനിഫോൾഡ് റൂമിലെ കാര്യങ്ങൾ നോക്കാന്നൊക്കെ നമ്മൾ പഠിച്ച്. അപ്പൊ ആരാണോ അതില് അതവിടെ പ്രവർത്തിക്കാൻ ഡേ ടു ഡേ ബേസിൽ ആ ഓർഗനൈസേഷൻ ഓരോ സെക്ഷനുകളും പ്രവർത്തിപ്പിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലീഡർമാരുണ്ട്. അവരെ ആര് ഈ ഓർഗനൈസേഷൻ നിയന്ത്രിക്കണം. അങ്ങനെയാണ് അവർ ആ ലീഡറിന്റെ കൺട്രോളിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കണം. അല്ലാതെ ആരെങ്കിലും അവിടെ നോക്കിയാൽ പോരാ. ഓരോ സെക്ഷനിലും ലീഡേഴ്സ് ഉണ്ട് ഉണ്ടോ. അപ്പൊ അവരുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇനി അടുത്തതാണ് റോം 4 ആണ്. ഓർഗനൈസേഷൻ ഡിസ്പ്ലേ പ്രൊഫഷണലിസം ഇൻ ഇറ്റ്സ് ഫങ്ഷനിങ്. ഇത് കാണിക്കണം, പ്രൊഫഷണലിസം കാണിക്കണം. നല്ലൊരു പ്രൊഫഷണൽ, അതായത് അവർക്ക് ഓരോ കാര്യങ്ങളും അക്യുറേറ്റ് ആയിട്ട് ഓരോ പ്രവർത്തനങ്ങളും തോന്നിയ രീതിയിലൊന്നും ആകാൻ പാടില്ല. അത് എന്താണ് ആ ഒരു പ്രൊഫഷണലിസം ഓർഗനൈസേഷൻ ഡിസ്പ്ലേ ചെയ്ത്. റോം 4 പഠിക്കണം, റോം 2 4 പഠിച്ചാൽ മതി. അത് 2 മാനേജ്ഡ് ബൈ ലീഡർ, അത് മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ആ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് ലീഡർമാരെ മാനേജ് ചെയ്യുക. പിന്നെ എന്താണ് ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളില് പ്രൊഫഷണലിസം എല്ലാം നല്ല പ്രൊഫഷണൽ ആ ഒരു ഇത് അവർ കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഇനി റോം 5 ആണ്. മാനേജ്മെന്റ് എൻഷുവേഴ്സ് ദാറ്റ്, മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം എന്ത് പേഷ്യന്റ് സേഫ്റ്റി ആസ്പെക്ട്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂ ആർ ആൻ ഇല്ലീഗൽ പാർട്ട് ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. പേഷ്യന്റ് സേഫ്റ്റി ആസ്പെക്ട്സ് വശങ്ങളും റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂ ഒക്കെ എങ്ങനെയാണ് ആസ് എ പാർട്ട് ഓഫ് പേഷ്യന്റ് കെയറിന്റെ ഒരു ഭാഗമാണ്, ഇന്റഗ്രൽ പാർട്ടാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ പേഷ്യന്റ് രോഗി പരിചരണത്തിന്റെയും ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് മാനേജ്മെന്റ് ഉറപ്പാക്കണം. പേഷ്യന്റ് സേഫ്റ്റി വേണം. എവിടെയാണെങ്കിലും ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും പേഷ്യന്റ് സേഫ്റ്റി വശങ്ങൾ വേണം. റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ് വേണം. അത് എന്തിന്റെയും രോഗി പരിചരണത്തിന്റെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും ഒക്കെ ഇന്റഗ്രൽ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് എന്നുള്ളത് മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. 2 പഠിച്ചോന്ന് നോക്കിയേ. പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കുഞ്ഞു സൂത്രപ്പണി പറഞ്ഞു തന്നത്. റോം 2 മാനേജ് ബൈ ലീഡേഴ്സ് എന്നുള്ളത് നോക്കാം. ലീഡർമാരെ മാനേജ് ചെയ്യണം എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ പറഞ്ഞേക്കുന്നത് എങ്ങനെയെങ്കിലും തോന്നിയ പോലെ പ്രവർത്തിച്ചാൽ പോരാ, എന്ത് വേണം അവരുടെ പ്രവർത്തനങ്ങളില് പ്രൊഫഷണലിസം അതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓർഗനൈസേഷൻ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രൊഫഷണലിസം പ്രദർശിപ്പിക്കണം. ക്ലിയർ ആയോ? 2 മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങള് ഇവിടെ നിങ്ങളിവിടെ നിങ്ങളുടെ പ്രൊഫൈലിലെ നിങ്ങള് കുറച്ചു പേർക്കുള്ള പേരൊക്കെ നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കാണുള്ളൂ. പിന്നെ ഇവിടെ മെസ്സേജ് ഇതിനകത്ത് നിങ്ങൾ നോക്കിയാലാണ് ആരൊക്കെയാണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോ ഞാൻ വിളിക്കുന്നത് നമ്മള് സ്ക്രീനിൽ കാണുന്ന ജസ്റ്റ് പെട്ടെന്ന് എനിക്ക് കാണുന്ന സ്ക്രീനിൽ കാണുന്ന പേരുകളെയാണ് ഞാൻ വിളിക്കുന്നത്. എങ്കിലും നിങ്ങള് കുറച്ചു പേരൊക്കെ എന്തൊക്കെയോ ഇതൊക്കെ ഇട്ടേക്കുന്നത്, ഇതൊക്കെ എന്തൊക്കെയോ ഇതാണ് പ്രൊഫൈലിൽ ഇതുപോലെ കൊടുത്തേക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ അവർക്കൊക്കെ നിങ്ങളുടെ ഒരു ഫോട്ടോയ്ക്ക് ഇട്ടോ. അപ്പൊ നമുക്ക് കാണാമല്ലോ നിങ്ങളെ. അല്ലാതെ വീഡിയോ ഓഡിയോ ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ചിലപ്പോ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ കുക്ക് ചെയ്തോണ്ടായിരിക്കും ചിലപ്പോ ക്ലാസ് കാണുന്നത് ചിലതൊക്കെ അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറക്കി അരിഞ്ഞോണ്ടായിരിക്കും ചിലപ്പോ ക്ലാസ് കാണുന്നത് കേൾക്കുന്നതൊക്കെ. അപ്പൊ അന്നേരം നമ്മുടെ വീഡിയോ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാല് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇതാണോ, ചിലപ്പോ നിങ്ങൾ അടുക്കളയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോ മിറ്റത്തൊക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടയിലൊക്കെ പിന്നെ ചിലര് ജോലി സ്ഥലത്തുനിന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലരൊക്കെ കയറുന്നേ.
അപ്പൊ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീഡിയോ നമ്മള് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇടുന്ന പിക്ചർ ഇല്ലേ ഫ്രണ്ടില് പിക്ചർ പോലെ, അത് ഞാനൊരു സജഷൻ പറഞ്ഞതാട്ടോ. അങ്ങനെ നിങ്ങളുടെ പടം ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളെ കാണാൻ പറ്റും. വിസ്മയ ബിനു ഇവിടെ ഇട്ടേക്കുന്ന പ്രൊഫൈൽ ആ പിക്ചർ ഓൾറെഡി ആണോ വിസ്മയ? ഞാനാണ്. ഓക്കെ, വിസ്മയാണ്. അപ്പൊ കണ്ടെനിക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ കുട്ടിയാണെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ആതിരയുടെയും ഒരു കുഞ്ഞാമയും കൂടി ഉണ്ട്. ആണോ ആതിരയാണോ കൊച്ചിനെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്? ഞാനും അങ്ങനെ ആദ്യം ആതിര എന്ന് പറഞ്ഞു. അപ്പൊ ഇടയ്ക്കൊക്കെ എനിക്ക് കാണാം, അല്ലെങ്കിൽ വെറുതെ കമ്പ്യൂട്ടർ നോക്കി പറയുന്ന ഒരു ഇതാ. അപ്പൊ നിങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് നിങ്ങളുടെ മുഖം ഒന്ന് കാണുമ്പോൾ എനിക്ക് എന്റെ കുട്ടികൾ അവിടെ ഉണ്ടല്ലോ എന്ന് തോന്നാം. വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ നോക്കിയത്. കുഞ്ഞിന്റെ എന്തോ ഒരു പടമൊക്കെ എന്തോ കുഞ്ഞിന്റെ എന്തെങ്കിലും കിടക്കട്ടെ. അപ്പൊ പറ്റുന്നവരൊക്കെ നിങ്ങളുടെ ഒരു പിക്ചറൊക്കെ എടുത്തിട്ടേനെ നമുക്ക് ക്ലാസ്സൊക്കെ ഇതായിട്ട് നിൽക്കാലോ. എനിക്കിടയ്ക്ക് നിങ്ങളുടെ മുഖം എനിക്ക് ഫെമിലിയർ ആവുമല്ലോ. വിസ്മയുടെയൊക്കെ ഒരു പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. അപ്പൊ നല്ല ഇപ്പൊ വരുമ്പോ നല്ല ഇതിപ്പോ ഫോട്ടോ ഇല്ലേ, നേരിട്ട് ചിലപ്പോ ഭയങ്കര കളറൊക്കെ ആയിരിക്കും കുട്ടികൾ. കുട്ടികൾ ചിലരൊക്കെ ഞാൻ പറയും അങ്ങനെ കാണുമ്പോഴേനും കണ്ടുവരിച്ചുള്ള കുട്ടികളെ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോ അറിയാലോ. അപ്പൊ അവര് ഫോട്ടോ പോലെയല്ലല്ലോ, ഇത് നല്ല സുന്ദരി കുറച്ചും കൂടി അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ്. പഴയ പിക്ചറാണോ വിസ്മയുടെ? പഴയതാണല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും അല്ലേ നേരിട്ട് കാണുമ്പോഴോ? ഇതാണോ? അന്നേരവും നിങ്ങളൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോ എന്നെ കണ്ട മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞൊക്കെ ചിലരൊക്കെ പറയും ഈ കോട്ടിന്റെ കൊണ്ടിരിക്കുന്നോണ്ട് മിസ്സേ കണ്ടിട്ട് മനസ്സിലാവുള്ളന്ന് പറയും. നമ്മൾ ഈ കോട്ട് വീണൊക്കെ ഇട്ടോണ്ട് ക്ലാസ് ഇരിക്കുന്നേ. പക്ഷെ അവിടെ വരുമ്പോ വേറെ ലുക്ക് ആയിരിക്കും നേരിട്ട് ചിലപ്പോ കാണുമ്പോഴേ. ചിലപ്പോ ചിലര് പറയും വണ്ണം തോന്നുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോ, ക്ലാസ്സിൽ ഇരിക്കുന്നേക്കാൾ ചിലപ്പോ സാരിയിട്ട് കുറച്ച് വണ്ണം തോന്നുന്നുണ്ടെന്ന് പറയും, വണ്ണം കുറവുണ്ടെന്ന് പറയും. പലരും പല രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഈ പിക്ചറൊക്കെ ഉണ്ട്, ഇടയ്ക്കൊന്ന് കാണാലോ. ഓക്കെ, ഞാൻ ഓൾറെഡി മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചതാട്ടോ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമുക്ക് എട്ടാമത്തേലല്ലേ നമ്മൾ കിട്ടുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. FMS. ഇതില് നിങ്ങൾ 3 എണ്ണം പഠിച്ചായിരുന്നു. അതിനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാലോ, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് നോക്കാം. ഇതിനകത്ത് 7 എണ്ണം ഉണ്ട് കേട്ടോ. FMS, Facility Management and Safety. Okay, Summary of Standard. FMS 1 എന്താ പറയുന്നത്? The organization has a system in place to provide a safe and secure environment. സുരക്ഷിതവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാനുള്ള ഒരു സംവിധാനം ആർക്കുണ്ട്? ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗനൈസേഷൻ ഹാസ് എ സിസ്റ്റം. ഫെസിലിറ്റിയുടെ കാര്യങ്ങൾ ഫെസിലിറ്റി മാനേജ്മെന്റും സേഫ്റ്റി ആണ്. അപ്പോ അത് സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആർക്കുണ്ട്? ഓർഗനൈസേഷൻ ഉണ്ട്. ഒന്നാമത്തെ പഠിക്കണം. അപ്പൊ അതിനകത്ത് എത്ര നോട്ട് ചെയ്താൽ മതി? സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ്. അത്രയും മാത്രം മതി. അങ്ങനെയുള്ള ഒരു സാധനം ആർക്കുണ്ട്? അങ്ങനെയുള്ള ഒരു പ്ലേസ് ആര് പ്രൊവൈഡ് ചെയ്യണം? ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല് അത് പ്രൊവൈഡ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. സേഫ് സെക്യൂർ എൻവയോൺമെന്റ്, സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സിസ്റ്റം വേണം. സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ്. ഇത്രയും മതി. രണ്ടാമത് നോക്കിയേ, FMS 2 എന്താ പറഞ്ഞേക്കുന്നത്? The organization, environment and facilities operate in a planned manner and promote environment friendly measures. The organization, environment and facility operate in a planned manner. ഇത് ഒരു ആസൂത്രിതമായുള്ള രീതിയിലായിരിക്കണം. അവിടുത്തെ സൗകര്യങ്ങൾ, അന്തരീക്ഷം, ഫെസിലിറ്റീസ് ഓപ്പറേറ്റ്, അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ആ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള എൻവയോൺമെന്റിനെ എക്കോ ഫ്രണ്ട്ലി പോലെ ആയിട്ടുള്ള കാര്യങ്ങള് അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാന്റ് ആസൂത്രിതമായ രീതിയിലായിരിക്കണം. ആൻഡ് പ്രൊമോട്ട് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെഷേഴ്സ്. കേട്ടോ, ഇത് വേണം. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നടപടികൾ കാര്യങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം.
ഇത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ, പരിസ്ഥിതിക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള കാര്യങ്ങള്, നടപടിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. മൂന്നാമത്തെയാണ് FMS 3. The organization, environment and facilities operate to ensure the safety of patients, their families, staff and visitors. ഇതിന് വേണം ഓർഗനൈസേഷന്റെ പരിസ്ഥിതി, അവിടുത്തെ ഫെസിലിറ്റി, അവിടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങള്, ഇതൊക്കെ എന്തു ഉറപ്പുവരുത്തണം? എൻഷുർ, ഉറപ്പുവരുത്തുക പേഷ്യന്റിന്റെ സേഫ്റ്റി, അവരുടെ ഫാമിലീസിന്റെ, സ്റ്റാഫിന്റെ, വിസിറ്റേഴ്സിന്റെ ഒക്കെ സേഫ്റ്റിനെ ഉറപ്പ് നൽകണം. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള സംവിധാനങ്ങളും അങ്ങനെയുള്ള അന്തരീക്ഷവും ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. പേഷ്യന്റിനെ, ഫാമിലിനെ, സ്റ്റാഫിനെ, വിസിറ്റേഴ്സ് അവർക്കുടെയൊക്കെ സുരക്ഷയെ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങള്, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികള്, അന്തരീക്ഷം, ഏറ്റവും പരിസ്ഥിതി, ഇതെല്ലാം ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. നാലാമത്തെ പോയിന്റ് നോക്കിയേ. The organization has a program. ഓർഗനൈസേഷൻ ഒരു പ്രോഗ്രാം ഇതിനു വേണ്ടി ഫോർ ദ ഫെസിലിറ്റി, അവിടുത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി, എഞ്ചിനീയറിംഗ് സപ്പോർട്ട് സർവീസസ് ആൻഡ് യൂട്ടിലിറ്റി സിസ്റ്റം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ ഹാസ് എ പ്രോഗ്രാം. ഇതിനു വേണ്ടി സൗകര്യങ്ങളുടെ, എഞ്ചിനീയറിംഗ് സപ്പോർട്ട് സർവീസസ്, യൂട്ടിലിറ്റി സിസ്റ്റം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോഗ്രാം വേണം. അടുത്തത് FMS 5 ആണ്. അത് നോട്ട് ചെയ്യണം. The organization has a program for medical equipment management. മെഡിക്കൽ എക്വിപ്മെന്റ് മാനേജ്മെന്റില് എന്ത് വേണം? ഓർഗനൈസേഷൻ അതിന് ഒരു പ്രോഗ്രാം വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം വേണം. ഇതിലേക്കായിട്ട് മെഡിക്കൽ എക്വിപ്മെന്റ് മാനേജ്മെന്റ്, മെഡിക്കൽ എക്വിപ്മെന്റ്സ്, അതിന്റെ കൈകാര്യം, മാനേജ്മെന്റ് എന്നിവയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. HAD പഠിച്ചില്ലേ മെഡിക്കൽ എക്വിപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ? ഒരു 10-43 എക്വിപ്മെന്റ്സ് കണ്ടുണ്ടെന്നോ, അതുകൊണ്ട് അത് പഠിക്കാൻ മെഡിക്കൽ എക്വിപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. FMS 5 നോട്ട് ചെയ്തു. പിന്നെ അടുത്തതാണ് 6th. The organization has a program. ഇതിന്റെ പ്രോഗ്രാം വേണം ഫോർ മെഡിക്കൽ ഗ്യാസസ്, വാക്വം ആൻഡ് കംപ്രസ്ഡ് എയർ. ഇതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഗ്യാസസ്, വാക്വം ആൻഡ് കംപ്രസ്ഡ് എയർ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. Then ലാസ്റ്റത്തെ FMS 7 ആണ്. The organization has plan for fire and non-fire emergencies within the facility. ഇതിനുള്ള സൗകര്യം, ഒരു ആസൂത്രണം വേണം, ഒരു പ്ലാൻ വേണം ഫോർ ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ്. എമർജൻസി, ഫയർ എമർജൻസി, നോൺ ഫയർ എമർജൻസി, ആ നമ്മുടെ ഫെസിലിറ്റിക്കുള്ളിലെ, ആ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനുള്ളിലെ, ആ സൗകര്യങ്ങൾക്കുള്ളിലുള്ള എക്യുപ്മെന്റ്സുകളാണെങ്കിൽ അങ്ങനെ വല്ല തീപിടുത്തോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാതിരിക്കാനും, അല്ലെങ്കിൽ നോൺ ഫയർ എമർജൻസീസ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. FMS 7 അണ്ടർലൈൻ ചെയ്യാം. 7 കൂടി അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ 1, 5, 7. 1 എന്ത് നമ്മൾ വെച്ചു? എന്ത് നോട്ട് ചെയ്തു? സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ്. അതിനുള്ള ഫെസിലിറ്റി ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതിനൊരു സംവിധാനം ഉണ്ടായിരിക്കണം. സേഫ്, സെക്യൂർ എൻവയോൺമെന്റ്. പിന്നെ 5ാമത്തേല് നമ്മൾ പഠിച്ചു മെഡിക്കൽ എക്വിപ്മെന്റ് മാനേജ്മെന്റ്. അത്രയും മതി. മെഡിക്കൽ എക്വിപ്മെന്റ് മാനേജ്മെന്റ്, അതിനുവേണ്ടി ഒരു പ്രോഗ്രാം വേണമെന്നാ പറഞ്ഞത്. മെഡിക്കൽ എക്വിപ്മെന്റ് അത്രയായാലും മതി. മെഡിക്കൽ എക്വിപ്മെന്റ് മാനേജ്മെന്റ്. 7ല് ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ്, അതിനുള്ള ഒരു പ്ലാൻ വേണം. ഫയർ ആൻഡ് നോൺ ഫയർ അത്രയും മതി. എന്ന് വെച്ചാൽ നമുക്ക് ഇത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇതിന്ന് തന്നെയൊക്കെ ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ഓർമ്മ തന്നിട്ട് ഇപ്പൊ FMS 5 ആണ് തന്നേക്കുന്നത്, അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അത് ഏതിന്റെ ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഓപ്ഷൻ FMS 4, 5, 6, 7 അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ ഓപ്ഷൻ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ പഠിച്ചത് നോക്കാം.
നമ്മൾക്ക് പഠിക്കാൻ പറഞ്ഞേക്കണതുള്ളൂ. നോക്കാം 5, 7 ആണ് നമുക്ക് പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് 5 എന്താ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ കാര്യമാണ്, 7 നോൺ ഫയർ ആൻഡ് നോൺ ഫയർ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ മിക്കവാറും നിങ്ങൾക്ക് അത് വേഗം തന്നെ എഴുതാൻ പറ്റുന്നതാണ്, വേറെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഫുള്ള് പഠിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ വരാം. ഫുള്ള് പഠിക്കാൻ ഇത് നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ, ടിപ്പ് എടുത്തുള്ളൂ. അതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് വന്നതാണെന്ന് വേഗം ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇത് 3 പഠിച്ചാൽ മതി. ആകെ പഠിച്ചില്ലേ? സേഫ് സെക്യൂർ എൻവയോൺമെന്റ്. 5 വന്നത് മെഡിക്കൽ എക്യുപ്മെന്റിന്റെ കാര്യം, 7 വരുന്നത് ഏതാണ്? ഫയർ, നോൺ ഫയർ, എമർജൻസി. അത്രയും പഠിച്ചാൽ മതി. അപ്പൊ അത് ഇന്ന് തന്നെ ഒന്ന് നോക്കിയും കൂടി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇന്ന് തന്നെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ അടുത്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM ആണ്. അതില് നിങ്ങൾ 4 പഠിക്കും. അത് 13 ഉണ്ട്. 13 വെറും 4 മാത്രം പഠിച്ചാൽ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എളുപ്പമുണ്ട്. 1-2 നോക്കാം. ഒന്നാമത് നോക്കി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HRM എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്റർ 3rd മൊഡ്യൂളിൽ പഠിച്ചു വെച്ചില്ലേ? അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ? വലിയൊരു ചാപ്റ്റർ ആയിരുന്നു HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ പഠിച്ചു വെച്ചതാണ്. അതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നോക്കി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM, സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ്. നമുക്ക് എത്ര പഠിക്കാണ്ട്? ഇവിടെ 13 സ്റ്റാൻഡേർഡ് പഠിക്കാണ്ട്. അതില് നമുക്ക് വെറും 5 പഠിച്ചാൽ ഇല്ല, 5 പഠിക്കും. ഒന്നാമത്തെ നോക്കി HRM 1 ആണ്. ദ ഓർഗനൈസേഷൻ ഹാസ് ഡോക്യുമെന്റഡ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ഓർഗനൈസേഷൻ ഒരു ഡോക്യുമെന്റ് സിസ്റ്റം ഉണ്ടെന്ന്. അത് വെറുതെ എന്തെങ്കിലും ആയാൽ പോരാ, അത് കറക്റ്റ് ഡോക്യുമെന്റ്സ് ഉണ്ട് അവിടെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അതായത് നമ്മള് ഈ ജോലി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ലേ ഹൈ ലെവൽ ടു ബോട്ടം ലെവൽ, ഇത് ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴും അല്ലേ ആ ഒരു രീതിയിലല്ലേ ഫോളോ ചെയ്ത് പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ഫില്ല് ചെയ്ത് പോരുന്നത് ടോപ്പ് ടു ബോട്ടം. അത് നമ്മൾ പഠിച്ച ഹൈ ലെവൽ ടു ബോട്ടം ലെവല്, ടോപ്പ് ടു ബോട്ടം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർഗനൈസേഷൻ ഉണ്ട്. ഒന്നാമത്തെ പഠിക്കണം, ഒരു ഡോക്യുമെന്റ് സിസ്റ്റം ഉണ്ട്. HRM എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്നാണെന്ന് അറിയാം. അപ്പൊ എന്തിനാ ഡോക്യുമെന്റ് സിസ്റ്റം? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങില് ഒരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഉണ്ട് ഓർഗനൈസേഷന്. ഡോക്യുമെന്റഡ് സിസ്റ്റം എന്നുള്ളത് മാത്രം അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അടുത്ത നോക്കിയേ, ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ്സ് എ ഡിഫൈൻഡ് പ്രോസസ് ഫോർ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്. ഓർഗനൈസേഷനിൽ എന്താണ് ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നടപ്പിലാക്കുക ഒരു ഡിഫൈൻഡ് പ്രോസസ് ഫോർ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്. സ്റ്റാഫ് റിക്രൂട്ട്മെന്റിനായിട്ട് ഒരു ഡിഫൈൻഡ് പ്രോസസ്, ഒരു കറക്റ്റ് ഒരു പ്രോസസ് ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്. ഇത് നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ, സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ് അതിനകത്ത് നമ്മൾ പഠിച്ചില്ലേ ഓരോ ലെവലുകളും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. അത് കറക്റ്റ് അല്ലാതെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടല്ല. ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അതിനൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഓരോ ഇതൊക്കെ അനുസരിച്ചൊക്കെ വേണം. അപ്പൊ ഓരോരുത്തർക്കും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളും ഓരോ പൊസിഷൻ നമ്മൾ അല്ലെ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ജോബ്, ജോലിയുടെ സ്വഭാവം അനുസരിച്ച് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കി അങ്ങനെ ആ ഒരു എന്താ സ്റ്റാഫ് റിക്രൂട്ട്മെന്റിൽ തോന്നിയ രീതിയിൽ അവിടെ ആളുകളെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഒരു ഡിഫൈൻഡ് പ്രോസസ് ഓഫ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ഉണ്ട്. കൂടി പറയാം, HRM 3 staff are provided induction training at the time of joining the organization. ആ സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫിന് ഒരു ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് അവയർനെസ് വേണ്ടേ? ഒരു പുതിയതായിട്ട് ജോലിക്ക് കയറുമ്പോ ഫസ്റ്റ് ഡേ തന്നെ ആ ജോലി എടുത്ത് തലയിൽ വെക്കാതെ 1-2 ദിവസം ഒരു ട്രെയിനിങ്, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ്, അവർക്കൊരു അവബോധം, ഒരു ട്രെയിനിങ്, ഇൻഡക്ഷൻ ട്രെയിനിങ്, ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ
പറഞ്ഞൊരു ട്രെയിനിങ് ഒരു അവയർനെസ് കൊടുക്കുന്നത് ഇന്ന കാര്യങ്ങളാണ് ഇന്ന രീതിക്കൊക്കെയാണ് ചെയ്യുന്നത്. മിക്ക ജോലികൾക്കും ഉണ്ടാവൂലേ 1 2 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച ചിലപ്പോൾ ട്രെയിനിങ് പീരീഡ് എന്ന് പറയും. എന്നിട്ടായിരിക്കും അടുത്ത ആഴ്ച മുതലായിരിക്കും ചിലപ്പോൾ അവര് ജോലിയിലേക്ക് അവര് ശരിക്കും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത്. ഒരാഴ്ച അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ആ ജോലി ചെയ്യാൻ പറ്റും. അതാ ഫസ്റ്റ് ഡേ തന്നെ ആ ജോലിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന പകരം ഒരാഴ്ച ഒരു ട്രെയിനിങ് പീരീഡ് എന്നൊക്കെ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ളൊരു ഇൻഡക്ഷൻ ട്രെയിനിങ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. 3ാമത്തെയും അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. അവിടെ ഒരു എന്താ സ്റ്റാഫ്സിന് ഇൻഡക്ഷൻ ട്രെയിനിങ്, ആ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്താൽ മതി. 1ാമത്തേല് HRM1 ഒരു ഡോക്യുമെന്റ് സിസ്റ്റം പറഞ്ഞത്. 2ാമത്തേല് HRM 3 ട്രെയിനിങ്ങിന്റെ കാര്യം, സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ നമ്മുടെ HIC 3 വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കി വെച്ചത്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് 6th മൊഡ്യൂളിലേക്ക് കയറാം. 6th മൊഡ്യൂളിലും നമുക്ക് അവിടെ 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, ചെറിയ ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചിലതിൽ ലാസ്റ്റ് എത്തുമ്പോ ഒരു കൺക്ലൂഷൻ പോലെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ഇതുപോലെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും വേഗം പോയി ഭക്ഷണമൊക്കെ കഴിക്കാം. ഭക്ഷണം കുറച്ചൊക്കെ ശരിയാക്കാനുള്ളവരുണ്ടെങ്കിൽ വേഗം ശരിയാക്കി 1 മണിയാകുമ്പോഴത്തേക്ക് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ.